നമ്മളെ കണ്ണൂർ മംഗലപ്പുരക്കേ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അലീസ. ഇനി നമുക്കേ അലീസ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടിയിട്ട് 5-8 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുള്ള ഗോതമ്പിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 3 വെളുത്തുള്ളി, 3 കുഞ്ഞുള്ളി, അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ, ഒരുപാട് വേണ്ട കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ചിക്കൻ്റെ എല്ലും അതുപോലെ സ്പൈസസ് ഒക്കെ ഉണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റുക. അതിനുശേഷം ഒരു തേങ്ങ ചിരവി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എത്രയാണോ അതിൽ നിന്ന് പാല് കിട്ടുന്നത് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചും കൂടി വേവിച്ചെടുക്കുക. ഇനി ഈ അൽസ നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ചിട്ട് കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് ബാക്കിയുള്ള അൽസയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയതാണേ. ഇനി ഇതുപോലൊരു മരത്തിൻ്റെ തവി വെച്ച് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുത്താൽ അൽസ റെഡിയായി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടി പൊരിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ആ നെയ്യ് കൊടുക്കാൻ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കൂലേ? അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.